ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഒരു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം AOP തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ ഓരോന്നും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ആണ്. അത് AOPയിൽ കൃത്യമായി പറയുന്നുണ്ട്. ടാക്സ് കൊടുത്തതിന് ശേഷം വരുന്നതായിട്ടുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 25, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, LTCL തന്നിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് തന്നതിന് കൂടാതെ നമുക്ക് അസസ്മെൻറ്റ് ഇയറിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി അതിൽ ബ്രോഡ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ലോസും ബിസിനസ്സിൻ്റെ ലോസും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു GTI അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാലറിയുടെ പോർഷൻ ഒന്നും വരാനില്ല. ആകെ ഉള്ളത് എന്തേ ഉള്ളൂ, രണ്ടാമത്തെ ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 25,000 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻകത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ലോസ് കുറയ്ക്കുക. അപ്പോൾ 28,000 ലോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 25 വരെ പോയിട്ട് ബാലൻസ് നമുക്ക് എത്ര ഇനി ഫോർവേഡ് ചെയ്യാനുള്ളത്, 3,000 ആണ് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ളതൊന്നും ഇവിടെ എമൗണ്ട് കോളത്തിൽ കാണിക്കാനില്ല, കാരണം ഇത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ വർഷത്തേക്ക് ഒന്നുമില്ല. ആൻഡ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഒരു 65 ഉണ്ട്. ആ ലോസ്, ബിസിനസ് ലോസ് 75. അപ്പോൾ 65 വരെ അവിടെ സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കി 10,000 എന്താ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് ഈ വർഷത്തെ ഇൻകം ആയിട്ടൊന്നും കാണിക്കാനില്ല. അപ്പോൾ ഇനി മൂന്നാമത് നോക്കുമ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം AOP ആണ്. അതും പ്രത്യേകിച്ചില്ല, കാരണം ഇൻകം ടാക്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഓൾറെഡി അത് ടാക്സ് കൊടുത്തതാണ്, അല്ലെങ്കിൽ ടാക്സ് ഉൾപ്പെടുത്തിയതാണെന്ന് പറയുന്നുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഡയറക്റ്റായിട്ട് അത് 10,000 അവിടെ കൊടുക്കുക. അതിൻ്റെ ലോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് മാത്രമാണ് നമുക്ക് കാണിക്കാനുള്ളത്. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 27 ഉണ്ട്, ലോസും ഉണ്ട് 30,000. 27 വരെ അതിൽ പോകും. ബാലൻസ് 3,000 എന്താ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊന്നുമില്ല നമുക്ക്. അപ്പോൾ എമൗണ്ട് കോളത്തിൽ ആകെ ഉള്ളത് STCG മാത്രമേ ഉള്ളൂ. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ, 10,000 ആണ് നമുക്ക് വരുന്നത്. ദർ ഈസ് നോ പ്രോഫിറ്റ് ഫോർ സെറ്റിംഗ് ഓഫ് ബിസിനസ് ലോസ് ഓഫ് 10,000. ബിസിനസ് ലോസ് ആയിട്ടുള്ള ഒരു 10,000 സെറ്റ് ഓഫ് ചെയ്യാൻ ഒന്നുമില്ല, അതുകൊണ്ടാണത് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കാണിച്ചിരിക്കുന്ന മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇല്ലസ്ട്രേഷൻ 9 നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 4,20,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളോട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷൻ ഉണ്ട്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ക്യാരി ഫോർവേഡ് ഉണ്ട്, അൺഅബ്സോർബ്ഡ് ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ഉണ്ട്, ആൻഡ് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്, പ്രൊമോഷൻ ഫാമിലി പ്ലാനിങ്. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 4,20,000 ആണ് ഓൾറെഡി അവർ കമ്പ്യൂട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം അവർ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത് 4,20,000 ആണ്. ഇനി നമ്മളോട് താഴെ പറയുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, ഏതാദ്യം കുറയ്ക്കണം എന്നുള്ളതൊക്കെ അവിടെ ഓർഡർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് ആദ്യം കുറയ്ക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് എന്ത് തന്നെ, കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷനാണ് നമുക്ക് കുറയ്ക്കേണ്ടത്. അതായത് 80,000 കുറയ്ക്കുമ്പോൾ 3,40,000 വരും. അതിൽ നിന്ന് കുറയ്ക്കേണ്ട അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലോസുകളാണ്, അത് 40,000 വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കറണ്ട് ഇയറിലെ ഡെപ്രീസിയേഷൻ ആദ്യത്തെ ഓർഡറിൽ കുറച്ചു, അതിൽ നിന്ന് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ബിസിനസ് ലോസ് കുറച്ചു, അതിൽ നിന്ന് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ കുറച്ചു, 30,000 ഡിപ്രീസിയേഷനും കുറച്ചു. ഇനി വരുന്നത് എന്താണ്, അതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ ഇവിടെ നോക്കുക. 4 ഐറ്റംസ് ആയിരുന്നു തന്നത്. ഫസ്റ്റ് നമ്മൾ കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷനും, പിന്നെ ബിസിനസ് ലോസും, പിന്നെ അൺഅബ്സോർബ് ചെയ്ത ബിസിനസ് ലോസും, പിന്നെ അതേപോലെ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷനും, ലാസ്റ്റ് അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോസ്, ഇതിൻ്റെ തിയറി പറയുന്ന വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 4,20,000 ആണ് അവർ ഓൾറെഡി നമുക്ക് തന്ന GTI എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിതെല്ലാം കൺസിഡർ ചെയ്തപ്പോൾ ഇപ്പം നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്തായിട്ട് കുറഞ്ഞു, 2,50,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇത്രയാണ്
ശരിക്കും നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. ഇതൊക്കെ കൺസിഡർ ചെയ്യുന്ന മുന്നുള്ള ഇൻകമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 4,20,000 ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് ഓരോ അസസ്മെൻറ്റ് ഇയറിലായിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും മാത്രം നോക്കുക വേണ്ടുള്ളൂ. ഇലസ്ട്രേഷൻ 10ലേക്ക് പോവുകയാണെങ്കിൽ ഫോളോയിങ് ആർ ദ ഇൻകം ഓഫ് ദ അസസ്സി. ഒരു 3 പ്രീവിയസ് ഇയർ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. 21, 22, അതിൽ 30,000, അടുത്ത വർഷം 40, അതിൻ്റെ അടുത്ത വർഷം 30. പ്രോഫിറ്റ് ആൻഡ് ഡിപ്രീസിയേഷന് മുന്നുള്ളത്. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ടാക്സബിൾ ഇൻകം 2 വർഷത്തെ മാത്രം ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് GTI കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 അസസ്മെൻറ്റ് ഇയറിൽ GTI കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അസസ്മെൻറ്റ് ഇയർ പറയുമ്പോൾ 22-23 ആ. 22-23 പറയുമ്പം നമ്മൾ ഏതാണ് അസസ് ചെയ്യേണ്ടത്? അതിൻ്റെ തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിലെയാണ് നമ്മൾ അസസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അസസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കതിൽ വരുന്ന 2 ഐറ്റമേ വരുന്നുള്ളൂ. ഒന്ന് ബിസിനസ് ലോസ് ആണ്, പിന്നെ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷനും. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് ഒന്നും കാണിക്കാനില്ല. ഇനി അടുത്ത ഒരു അസസ്മെൻറ്റ് ഇയറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 23-24 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ബിസിനസ് പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. അത് 40,000 ഉണ്ട്. അതൊന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാവുന്നതാണ്. 12,000 കുറച്ചപ്പോൾ ബാലൻസ് 28,000 ആണ്. ഈ 28,000-ൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ബിസിനസ്സിൻ്റെ ലോസ് ഉണ്ടായിട്ടുണ്ട് 28,000. അപ്പോൾ അതിനെ ലെസ് ചെയ്യാം. അതിനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എന്താ? നമുക്കുള്ളത് ആകെ 30,000 ആയിരുന്നു. അതിന് 28,000 ലോസും പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള വീണ്ടും ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളത് എത്രയാണ്? 2,000 ആണ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ലോസ് എന്ന് പറയുന്നത്. മറ്റുള്ള ഇൻകം ആകുള്ളത് നമുക്ക് 30,000 കിട്ടിയിട്ടുണ്ട്. ആ ഇൻകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനൊക്കെ കുറയ്ക്കാം. അപ്പോൾ 30,000-ൽ നിന്ന് 10,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 20,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് ആകെ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ 24-25 ആണ്. അതിൽ അതർ ഇൻകം ഓൾറെഡി 20,000 കിട്ടിയിട്ടുണ്ട്. ആ ഒരു 20,000-ൽ നിന്ന് നമ്മൾ എന്താണ് ലെസ് ചെയ്യേണ്ടത്? ബിസിനസ് ലോസ്. ആ ഇൻകം വരെയുള്ള ലോസ് നമുക്കവിടെ എന്ത് ചെയ്യാം? അത് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ആകെ ഉള്ളത് നമുക്ക് എന്താ? 20,000 ആണ് ബിസിനസ് ലോസ് ഉള്ളത്. ആ ഇൻകത്തിൽ നിന്ന് 20,000 അത് കവർ ചെയ്തു, സെറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്? അവിടെ നില്ലാണ്. അവിടെ ഒന്നുമില്ല, നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ബിസിനസ് ലോസ് അപ്പോൾ എത്ര ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് മുന്നുള്ള 2,000 പ്ലസ് ഒരു 10,000, അങ്ങനെ ടോട്ടൽ ഒരു 12,000 ആണ് ഇപ്പോഴും അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. പിന്നെ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉണ്ട് ഒരു 10,000. അപ്പോൾ ഇത്രയും 2 ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും ഇതിൽ നമുക്ക് വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഓരോ ഇയർ വൈസ് ആയിട്ട് നമ്മളോട് അസസ്മെൻറ്റ് ഇയർ തന്നിട്ട് എങ്ങനെയാണ് ഓരോ വർഷത്തെയും GTI കാണുക എന്നതിനെക്കുറിച്ച് മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇനി ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക് തന്നെയാണ് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. അതായത് അഗ്രഗേഷൻ ഓഫ് ഇൻകം. ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആക്ച്വലി അതൊരു ഇൻകത്തിൻ്റെ നേച്ചറുള്ളൊരു ഇൻകം അല്ല, പക്ഷേ ചില സിറ്റുവേഷൻ കൊണ്ട് ചില കേസസിൽ അത് ഇൻകമായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഏതിനൊക്കെയാണ് നമ്മൾ ഡീംഡ് ഇൻകം ആയിട്ട് പറയുന്നുള്ളത് നോക്കാം. അതിൽ കുറച്ച് പോയിൻറ്റ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പോയിൻ്റാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 68-ലാണ് ഈ ക്യാഷ് ക്രെഡിറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എനി സം ഈസ് ഫൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് ആൻ അസസി ഫോർ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ അസസിക്ക് അതിൽ പ്രത്യേകിച്ച് പറയാം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ചില സമ്മ്, തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ അസസിക്ക് കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും അവിടെ കൊടുക്കാൻ പറ്റില്ല. എവിടുന്ന് വന്ന പൈസയാണ്, അതിൻ്റെ നേച്ചർ എന്താണ്, അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷനൊന്നും സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുകേനെയൊക്കെ ഇൻകം ടാക്സ് ചാർജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്താ? ഡീംഡ് ഇൻകമായിട്ട് അസസിയുടെ ഇൻകമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. രണ്ടാമത്തെ പോയിൻ്റാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് അസസി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും, പക്ഷെ ആ നടത്തിയതിനൊന്നും ഒരു തെളിവുണ്ടാവില്ല. അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും റെക്കോർഡ് ചെയ്യൂല്ല. ഇനി എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അതിൻ്റെ കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വന്നാൽ അതിനെയും ഡീംഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞാണ്
അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഇൻകം ആണോ അല്ലേ നോക്കുക. അതിൽ അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സോ എക്സ്പ്ലനേഷനോ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അസസിയുടെ ഇൻകമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ പൈസയോ ബുള്ളിനോ ജ്വല്ലറിയോ മറ്റുള്ള വാല്യുബിൾ ആർട്ടിക്കിൾസൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനൊക്കെ അങ്ങനെ തന്നെയാണ് കണക്കാക്കുക. ഇനി ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് കൃത്യമായിട്ടൊന്നും തുറന്ന് കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴും അതിനെ ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ചിലപ്പോൾ നമുക്ക് വല്ലാതെ ചിലവുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ ചിലവിനും എന്തുണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. എന്തിനാണ് ഈ കൂടുതൽ ചിലവ് കാണിക്കുന്നത്? വരുമാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് ഈടാക്കുന്നുള്ളൂ. പകരം കൂടുതൽ ചിലവ് കാണിച്ചു കഴിഞ്ഞാൽ അത്രയും കുറയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻകം ഓഫ് ദ അസസി ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡീംഡ് ഇൻകം, അതിൻ്റെ സെക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. സെക്ഷൻ 115 BBE പ്രകാരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതായത് ഓരോ സെക്ഷൻ. പിന്നെ ലാസ്റ്റ് വൺ ഹുണ്ടി ബോറോവൽസ് ആൻഡ് റീപേയ്മെൻറ്റ്സ് ആണ്. ബോറോവൽസ് കടം വാങ്ങുക നമ്മൾ, അതിനുവേണ്ടി അക്കൗണ്ട് പേ ചെക്കൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അസസിയുടെ ഡീംഡ് ഇൻകം ആയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റുകൾക്കും ഓരോ സെക്ഷൻ ഉണ്ട്. 115 BBEയിലാണിത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും അക്കൗണ്ട് പേ ചെക്ക് മുഖാന്തരമുള്ള കടം വാങ്ങലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡീംഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ പ്രധാനമായിട്ടും സെക്ഷൻ 68ഉം 69ഉം ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. അതിൽ തന്നെ 68ഉം 69 ABCD വരെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു 6 പോയിന്റുകൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡീംഡ് ഇൻകം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. എത്ര ശതമാനം ടാക്സ് കൊടുക്കണം? 60% ടാക്സും 25% സർചാർജും 4% അതിൻ്റെ സെസ്സുമായിട്ട് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് ഇപ്പോൾ മുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഇത്രയും പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അസറ്റുകൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വരുന്നതും അതേപോലെ തന്നെ ബോറോവൽസും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഡീംഡ് ഇൻകമായി തെളിഞ്ഞാൽ ഇൻകം ടാക്സ് 60%, അതേപോലെ തന്നെ അതിൻ്റെ സർചാർജ് 25 വെച്ചിട്ടൊക്കെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 60%, 25%, 4%. ഇനി ബാലൻസ് ഓഫ് ഇൻകംസ് ഉണ്ടെങ്കിൽ എന്താണോ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വരുന്ന കാര്യങ്ങൾ അതുപോലെ ആയിരിക്കും ട്രീറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡീംഡ് ഇൻകം എന്താണ്, അതിൻ്റെ ഒരു ടാക്സേഷനുമാണ് ഇപ്പോൾ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. എന്താണ് ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റുള്ള വ്യക്തികളുടെ ഇൻകം കൂടി അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. മറ്റൊരു വ്യക്തിയുടെ ഇൻകം അസസിയുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ക്ലബിംഗ് ഓഫ് ഇൻകം എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഈ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഇൻകത്തിനെയാണ് നമുക്ക് ഒരു അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പോയിൻറ്റോളം വരുന്നുണ്ട് ഈ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യുക. കാരണം ആ ഇൻക്ലൂഷൻ ഓഫ് അതർ പേഴ്സൺസ് ഇൻകം, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പകരം ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യുക. അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഇതേപോലെ ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക.
അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എന്ത് തന്നെയാണ്, ട്രാൻസ്ഫർ ചെയ്ത ആളുടെ ഇൻകമായിട്ട് തന്നെ പിന്നീട് അത് കണക്കാക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ അസറ്റിൻ്റെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും അത് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. പിന്നെ നമ്മൾ രണ്ടാമത്തിൽ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. എന്താണ് റിവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് അസറ്റൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പവർ ഉണ്ടാവും. നമ്മൾ കൊടുത്തൊരു അസറ്റിനെ തിരിച്ചു പിടിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടാവും. അതിനെയാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു റിവോക്കബിൾ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഇൻകം എറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകവും ട്രാൻസ്ഫറുടെ ക്ലബ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, റിവോക്കബിൾ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഇൻകവും ക്ലബിങ്ങിൽ ഉൾപ്പെടുത്തും. മൂന്നാമത്തിൽ ഇൻകം ഓഫ് സ്പൗസ്. സ്പൗസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഭാര്യയെ സംബന്ധിച്ചോളം ഭർത്താവാണ് സ്പൗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചോളം ഭാര്യനെയാണ് സ്പൗസ് എന്ന് പറയാം. അപ്പോൾ ചില കേസസ് ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ ആ ഹസ്ബൻഡിൻ്റെ ടോട്ടൽ ഇൻകം ഒക്കെ കണക്കാക്കുമ്പോൾ അതിൽ ചിലപ്പം വൈഫിൻ്റെ ഇൻകം കൂടി ഉൾപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടാറുണ്ട്. ഇൻകം ഓഫ് ദ സ്പൗസ്, ഇൻകം എന്തൊക്കെ ഇൻകം വരാം അതിൽ, സാലറി, കമ്മീഷൻ, ഫീസ്, എന്തെങ്കിലും മറ്റുള്ള തരത്തിലുള്ള ഓർഗനൈസേഷന് കിട്ടുന്ന റെമ്യൂണറേഷൻ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്, ഒരാളുടെ ഇൻകത്തിൽ വരാൻ ചാൻസ് ഉള്ള ഇൻകം തന്നെയാണ്. ഇനി ഹൗസ് പ്രോപ്പർട്ടി ഒഴികെയുള്ള അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻകവും എന്താണ്, ട്രാൻസ്ഫററുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ. മകൻ്റെ ഭാര്യയുടെ ഇൻകം ചിലപ്പോൾ അസസ്സിയുടെ ഇൻകത്തിൽ ക്ലബ് ചെയ്ത് വരാറുണ്ട്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് അസറ്റ് 31 മെയ് 1973 ശേഷം ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അവരുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം, പ്രത്യേകിച്ച് ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊന്നും ഇങ്ങോട്ട് പൈസയൊന്നും കിട്ടുന്നില്ല. അവർ ജസ്റ്റ് എന്താ ചെയ്യുന്നത്, സൺസ് വൈഫ്, മകൻ്റെ വൈഫിനാണ് അത് കൊടുക്കുന്നത്. അത്തരത്തിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇൻകം അറൈസ് ചെയ്താലും അത് ട്രാൻസ്ഫറുടെ ഇൻകത്തിൽ ക്ലബ് ചെയ്ത് കാണിക്കുന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്ന അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബെനിഫിറ്റ് ഓഫ് സ്പൗസ്. നമ്മുടെ സ്പൗസിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മറ്റുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഒക്കെ നമ്മുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ ഉദ്ദേശം എന്താണ്, ബെനിഫിറ്റ് സ്പൗസിന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്തരത്തിൽ വല്ല ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും എന്തുതന്നെയാണ്, ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ട് തന്നെ അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ക്ലബ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 5 കേസുകൾ നമ്മൾ ഈ ഒരു പേജിൽ തന്നെ പറഞ്ഞു. ആരുടെയൊക്കെ ഇൻകമാണ് ക്ലബ് ചെയ്ത് വരാറുള്ളത് അല്ലെങ്കിൽ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇൻകം ക്ലബ് ചെയ്ത് വരുന്നത് എന്നുള്ള ആ റീസണൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 പോയിന്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താണ് അഗ്രിഗേഷൻ അല്ലെങ്കിൽ ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഇനി നെക്സ്റ്റ് അതിൽ പറഞ്ഞത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് വേ പേഴ്സൺ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AOPയിലേക്ക്, അസോസിയേഷൻ ഓഫ് പേഴ്സണ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പൗസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യണ പോലെ തന്നെ സൺസ് വൈഫ്, ഡോട്ടർ ഇൻ ലോൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതും നമുക്ക് എന്താണ്, നമ്മുടെ ട്രാൻസ്ഫറുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഇൻകം ഫ്രം ബിസിനസ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൗസിൻ്റെയോ സൺസ് വൈഫിൻ്റെയോ ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷനേറ്റ് ഇൻകം ആ ബിസിനസ്സിൽ നിന്നുള്ളത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ട്രാൻസ്ഫർ ചെയ്ത ആളുടെ ഇൻകം ആയിട്ടാണ്. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരുന്നു, എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഡോട്ടേഴ്സ് സണ്ണിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊരു ഇൻകം ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്
ആരുടെ തന്നെ ആകും, ആരാണോ അത് ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ അവരുടെ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻകം ഫ്രം ബിസിനസ് അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, 18 വയസ്സ് തികയാത്ത കുട്ടികൾ. പക്ഷെ അതിൽ ഏത് ഉൾപ്പെടുന്നില്ല, അപ്പോൾ ഫിസിക്കലി മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മൈനർ ചൈൽഡൊക്കെ ഉണ്ടാവും, അവർ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ഒരു മൈനർ ചൈൽഡിന് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടെങ്കിൽ അതും പാരൻറ്റിൻ്റെ ഇൻകത്തിൽ ക്ലബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഇൻകം എന്ന് പറയുന്നത് എന്താ, അവരുടെ സ്കില്ല് കൊണ്ട് അവർ ഏൺ ചെയ്തെന്നായിക്കൊള്ളുന്നില്ല. അതായത് വേർ ദ മാരേജ് ഓഫ് ഹിസ് പാരൻസ് സബ്സിസ്റ്റ്, അവരുടെ പാരൻസിന് സബ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകം ഓഫ് ദാറ്റ് പാരൻറ്റ്, ആ പാരൻറ്റിൻ്റെ ഇൻകത്തിൽ ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ, ആരുടെ ഇൻകമാണോ ഏറ്റവും കൂടുതൽ ടോട്ടൽ ഇൻകം ഏറ്റവും കൂടുതലുള്ളത് ഗ്രേറ്റർ ആയിരിക്കുന്നത്, ആ രീതിയിലത് മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡസ് നോട്ട് സബ്സിസ്റ്റ് ആണെങ്കിൽ, ആ ഒരു മാരേജുമായി ബന്ധപ്പെട്ട് ആ ഇൻകം അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഇൻകം ഓഫ് ദ പാരൻസ് ഹൂസ് മെയിൻറ്റെയിൻ ദ ചൈൽഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ആ കുട്ടീനെ ആരാണോ മെയിൻറ്റെയിൻ ചെയ്തത് ആ പാരൻസിൻ്റെ ഇൻകത്തിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള കേസുകളിൽ നമുക്ക് പ്രധാനമായിട്ടും എക്സംഷൻ കിട്ടും. 1500 രൂപ വരെ നമുക്ക് എക്സംഷൻ കിട്ടും. പാരൻസിൻ്റെ ഇൻകത്തിൽ ഒരു മൈനർ ചൈൽഡിൻ്റെ ഇൻകം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എക്സംഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെൽഫ് അക്വയേർഡ് പ്രോപ്പർട്ടി, നമ്മൾ സ്വന്തമായി നേടിയ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയോ ഒരു HUFന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻകവും എവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും, ട്രാൻസ്ഫററുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റിൽ ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യണം. അതിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പുവെക്കുന്നു. പക്ഷേ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ പേരിലല്ല ആ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുക, പകരം മറ്റൊരു വ്യക്തിയുടെ പേരിലാണ് ആ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ഞാനൊരു ഷോപ്പ് വാങ്ങുന്നു, അപ്പോൾ അതിനുള്ള പൈസ 10 ലക്ഷം രൂപ കൊടുക്കേണ്ട വ്യക്തി ഞാനാണ്. പക്ഷേ എൻ്റെ പേരല്ല എന്തുണ്ടാവുക ആ കോൺട്രാക്റ്റിൽ കാണിക്കുക, പകരം ഞാൻ വേറൊരു വ്യക്തിയെ അവിടെ നിർത്തിക്കൊണ്ട്, പക്ഷേ അതിന് വേണ്ട സഹായങ്ങൾ ക്യാഷായിട്ടൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ പേര് അതിൽ വരാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി വേറൊരു വ്യക്തി അത് ചെയ്യുന്ന പോലെ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനെ തന്നെയാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇനി ഒരു 2-3 പ്രോബ്ലംസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ റിയൽ പേഴ്സൺ ആരാണോ അവരുടെ ഇൻകത്തിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ ഇന്ന് നമ്മളെടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഗ്രിഗേഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഡീംഡ് ഇൻകം ആണ്. ഡീംഡ് ഇൻകം എങ്ങനെയൊക്കെ ഡീംഡ് ഇൻകം ഉണ്ടാവാം, ഏതൊക്കെ സിറ്റുവേഷനിലാണ്, അതേപോലെ തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ്. അവിടെ 10 പോയിന്റ് ബിനാമി ട്രാൻസാക്ഷൻ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 10 പോയിന്റ് പറഞ്ഞ സ്ഥിതിക്ക് 2 മാർക്കിന് എന്താണ് ബിനാമി ട്രാൻസാക്ഷൻ ചോദിക്കുക, 2 മാർക്കിന് അതേപോലെ എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനെ ക്ലബിംഗ് ഓഫ് ഇൻകത്തിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു essay ക്വസ്റ്റിന് ധാരാളം ചാൻസ് ഉള്ളത് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി ഒരു ക്ലാസ്സും കൂടി കിട്ടുകയാണെങ്കിൽ ഒരു 2-3 പ്രോബ്ലംസ് കൂടിയാണ് അതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതോടെ തന്നെ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5th സെമസ്റ്റർ BBAയുടെ ബാക്കിയുള്ള 4 പേപ്പേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പേഴ്സുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡറായിട്ട് കിട്ടണമെന്നുണ്ട്.